മാനസസ്വന ബന്ധനം എൻ്റെ അഭിനയത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. മോളെ, ഞാൻ നിന്നോടൊന്ന് പറഞ്ഞല്ലേ കോളേജിൽ പോണ്ടാന്ന്. നീ കാണുന്ന ചെക്കനും കൂട്ടുകാരും വരുന്ന ദിവസം അമ്മേ എനിക്ക് കോളേജിൽ പോകണം, എനിക്ക് പഠിക്കണ്ടേ അമ്മ, എനിക്ക് കല്യാണം വേണ്ട. ഷീബ എന്തായി കൊച്ചു പറയണേ? കല്യാണം വേണ്ടെന്നോ? ഈ തറവാട്ടിലെ പെൺപിള്ളേരാരും 18 കഴിഞ്ഞ് നിന്നിട്ടില്ല. കഴിഞ്ഞ ചിങ്ങത്തിൽ 19 ഇങ്ങനെ ഇരിക്കുന്നു. മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. ഈ ചെക്കനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ കിട്ടിയാൽ നമ്മളുടെയൊക്കെ ഭാഗ്യമാ. അച്ഛനെ ആധാരം പണയം വെച്ചാൽ എത്ര കിട്ടുമെന്നറിയാൻ ബാങ്കിൽ പോയിരിക്കുകയാ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹാവു അങ്ങനെ ബാധ്യതകളെല്ലാം കഴിഞ്ഞു കിട്ടി. മോളുടെ കല്യാണം നല്ല അസലായി നടന്നു. ട്രിങ് റിങ് ട്രിങ് റിങ്. ഹലോ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മേ എനിക്കിവിടെ വയ്യ അമ്മേ. നമ്മൾ കൊടുത്ത പൊന്നും പണമൊന്നും പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലുകയാ. നിങ്ങൾ വന്ന് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോ. മോൾ എന്തായി പറയണേ? അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ കല്യാണം നടത്തിയത്. കൊച്ചു പ്രശ്നങ്ങളൊന്നും കാര്യമാക്കാതെ നീ അവിടെ സ്നേഹത്തോടെ നിന്നോക്ക്. അല്ലേ തന്നെ നീ ഇങ്ങാട് വന്ന് നാട്ടുകാർ എന്ത് വിചാരിക്കും? അച്ഛനും അമ്മയും നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ തലയുർത്തിരിക്കും? ഹലോ മോളെ ഏതവനാടി ഫോണില്? ഇങ്ങോട്ട് ആടി. ഓഹോ, നിന്റെ വീട്ടുകാരെ വിളിച്ച് കുറ്റം പറയാനല്ലേ? അവരെന്തുണ്ടാക്കാനാടി ചെറ്റ കൂട്ടങ്ങൾ. ഇങ്ങ് വാടി. അയ്യോ എന്നെ തല്ലല്ലേ. അയ്യോ എന്നെ തല്ലല്ലേ. മിണ്ടി പോവരുത്. അല്ലേലും പീഡനങ്ങളെയും സ്ത്രീ പീഡനങ്ങളെയും വായിക്കുന്ന ഒരു പാവമല്ലേ എൻ്റെ അമ്മ, ഒരു പാവമല്ലേ. മതിയാക്കി ഇനി ജീവിതം. ആർക്കും ഒരു ഭാരമാവാതെ സ്വയം രക്ഷപ്പെടാം. ഇതാ ഇവിടെ മറ്റൊരു സ്ത്രീധന പീഡനവും കൂടി. ആ വീട്ടിലേക്ക് നമുക്ക് ചെല്ലാം. ആ കുട്ടിയുടെ അമ്മയോട് നമുക്ക് ചോദിക്കാം, അമ്മേ ഇതൊരു സ്ത്രീധന പീഡനം തന്നെയല്ലേ? മരിച്ച മകൾ കൊന്ത അവളെ. ഈ കുടുംബത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഞാനാ അവളെ കൊന്ന്. പ്രമുഖ കേരളമേ കേൾക്കുക, പെൺകുട്ടികൾ നമ്മളുടെ ബാധ്യതയല്ല, മറിച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള മനുഷ്യജന്മങ്ങളാണവർ. അവർ പറക്കട്ടെ, അവർ പഠിക്കട്ടെ, അവരുടെ സ്വപ്നങ്ങളിലേക്ക്